ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്ന വീടിൻ്റെ വർക്കിലാണ് കേട്ടോ. അപ്പോൾ ഏകദേശം 15 ദിവസം കൊണ്ട് ഇവിടെ പാലുകാസിലാണ്. അപ്പോൾ ഇതിനുള്ളിൽ ഒരുപാട് പണിക്കാരുണ്ട്. ഇനിയിപ്പോൾ ഇല്ലാത്ത പണിക്കാരില്ല, എല്ലാ പണിക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇവിടുത്തെ ഓരോ വർക്കിൻ്റെ കാര്യങ്ങളായിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വയറിങ്ങിനെ കുറിച്ചുള്ള ചെറിയൊരു ഭാഗം നമ്മളിന്ന് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കാണുക. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരു സംഭവം കാണിച്ചത് മീറ്റർ ബോർഡ് ഈ കാണുന്ന ഭാഗം കണ്ടോ. ഇവിടെയാണ് നമ്മൾ പാനൽ ബോർഡ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഷെഡ് വെച്ചിട്ട് അതേപോലെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ പോസ്റ്റിൻ്റെ അടുത്ത് തന്നെ നമ്മളത് നിർത്തി കെട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പം ഇത് വാർത്തിട്ട് ഇതിനുള്ളിൽ ഡോറും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ സെറ്റാവും. അപ്പോൾ ഇവിടെ നമ്മൾ UG കേബിളും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത് കേട്ടോ. ഇവിടെ പാനൽ ബോർഡ് വരും, ചെറിയൊരു പാനൽ ബോർഡ് വരും. അപ്പോൾ അതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ UG കേബിൾ നേരത്തെ നമ്മൾ ഇട്ട വീഡിയോസും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ നേരെ കയറിയിട്ട് ആ കാണുന്ന ഭാഗത്തേക്കാണ് നമ്മൾ 25ന്റെ UG കേബിൾ മെയിൻ UG കേബിൾ കൊണ്ടുപോകുന്നത്. കാർപോസിലേക്ക് EV-ലേക്ക് ഒരു UG കേബിൾ 10ന്റെ പോകുന്നുണ്ട്. അതേപോലെ സോളാറിൻ്റെ അടുത്ത് ഒരു UG കേബിൾ സോളാറിൻ്റെ അവിടേക്ക് നമ്മൾ കയറ്റിയിട്ടുണ്ട്. പിന്നെ ഔട്ട് ഹൗസ് വരുന്നുണ്ട്. ഔട്ട് ഹൗസിൻ്റെ അവിടേക്ക് ഒരു 4ന്റെ UG കേബിളും കയറ്റിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ കാണുന്ന പാനൽ ബോർഡിൽ നിന്നാണ് പോകുന്നത് കേട്ടോ. ഇത് തേച്ചിട്ടില്ല, തേപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് പാനൽ ബോർഡ് സെറ്റ് ചെയ്യുന്ന സമയത്തും. അതേപോലെ ഇവിടെയാണ് നമ്മൾ SPD വെക്കുന്നത് കേട്ടോ. SPD എർത്താണ് അവിടെ കാണുന്നത്. SPD നമ്മൾ വന്ന് പ്ലേറ്റ് എർത്തിങ് ചെയ്തിട്ടാണ്. അത് ഞാൻ അന്ന് വീഡിയോ ഇടുന്ന സമയത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു എർത്തിങ് അവിടെ വരുന്നത് പാനൽ ബോർഡിനുള്ള എർത്താട്ടോ. പാനൽ ബോർഡ് ഈ ബോർഡിനുള്ള കൊടുക്കാനുള്ള പാനൽ ബോർഡിൻ്റെ എർത്താണ് ആ കാണുന്നത് കേട്ടോ. അത് മണ്ണിട്ട് ലെവലാക്കാണ്ട്. ഇവിടെ മണ്ണ് വരാണ്ട് കേട്ടോ. കാണുന്ന ലെവലിലേക്ക് മണ്ണ് വരാണ്ട്.